ഈ ഒരു സ്വിച്ച് എന്താണ് കണ്ടോ? ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ 4 മൂലയ്ക്കുള്ള ലൈറ്റ് കത്തും. ഇതൊന്ന് കൈയെടുത്ത് കഴിഞ്ഞാൽ 4 മൂലയ്ക്കുള്ള ഫ്ലാഷ് ലൈറ്റ് ഓണാകും. ഈ സ്വിച്ചിന് പേരാണ് ഹസാർഡ് ലൈറ്റ് സ്വിച്ച്. ഇതിൻ്റെ ഉപയോഗത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളോട് വ്യക്തമായി എൻ്റെ ഒരു അറിവ് പങ്കുവയ്ക്കാൻ പോകുന്നത്. ഇപ്പോൾ ആ ലൈറ്റുകൾ അത് പ്രസ് ചെയ്തിട്ടപ്പോൾ എല്ലാ ഭാഗത്തും ആ ലൈറ്റ് കത്തും കണ്ടില്ലേ? ഇതിനിപ്പോൾ ഓഫ് ചെയ്യുന്നു. ഇനി ഇതിൻ്റെ വിശദമായിട്ടുള്ള ഒരു അവതരണത്തിലേക്ക് കടക്കാം. ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ വിഷയം ഹസാർഡ് ലൈറ്റ്. അതിന് മുൻപായിട്ട് വെൽക്കം ടു നാഷണൽ ഡ്രൈവിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്. നാഷണൽ ഡ്രൈവിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഹസാർഡ് ലൈറ്റ്സ് എന്താണ്, ഹസാർഡ് ലൈറ്റിൻ്റെ ഉപയോഗം എന്താണ്, അതിൻ്റെ പ്രാധാന്യം എന്താണ് എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. സാധാരണ ഈ ഹസാർഡ് ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ ഒരു സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ സൈഡും ലൈറ്റ് കത്തും. ആ നടുക്കിലുള്ള ഒരു ത്രികോണാകൃതിയിലുള്ളത് ഞാൻ ഫസ്റ്റ് കാണിച്ചു തന്നില്ലേ? ആ ത്രികോണാകൃതിയിലുള്ള സ്വിച്ച് ഞെക്കിയാൽ 4 മൂലയ്ക്കുള്ള ലൈറ്റ് ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കും. അതാണ് ഹസാർഡ് ലൈറ്റ്. അത് നമ്മൾ എപ്പോഴാണ് ഉപയോഗിക്കുക? സാധാരണ ആൾക്ക് നമ്മുടെ നാട്ടിൽ നമ്മൾ സാധാരണ കണ്ടിട്ടുണ്ട്, മഴക്കാലത്ത് ഉപയോഗിച്ച് പോകുന്നത് കണ്ടിട്ടുണ്ട്. പിന്നെ ചിലപ്പോൾ രാത്രി വെറുതെ തെളിയിച്ച് പോയിരിക്കുന്നത് കാണാം. ഇങ്ങനെ പോണ വണ്ടി വെറുതെ തെളിയിച്ച് പോകണം. എല്ലാ ലൈറ്റ് കത്തുന്നുണ്ടോ, അതിന് കൂടെ ഇതും ലൈറ്റ് കത്തുന്നുണ്ടാവും. പിന്നെ ഒരു ജംഗ്ഷനിൽ എത്തുമ്പോൾ ഞാൻ റൈറ്റും അല്ല പോകുന്നത്, ഞാൻ ലെഫ്റ്റും അല്ല പോകുന്നത്, ഞാൻ നേരെ പോകുന്നു എന്ന് കാണിക്കാൻ ആ ലൈറ്റ് ഇട്ട് പോകുന്നത് കാണാം. അപ്പോൾ ഇതിൽ എന്താണ് തെറ്റ് എന്നുള്ളത് നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുക. ആക്ച്വലി ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഒന്നുമല്ല ഈ ഹസാർഡ് ലൈറ്റ് തെളിയിക്കുന്നത്. എൻ്റെ ഒരു അറിവ് പ്രകാരം, ഞാൻ കണ്ടത് പ്രകാരമുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതായത് സാധാരണ ഒരു മഴക്കാലത്ത് ഈ തെളിയിച്ച് പോകണമെങ്കിൽ, മഴക്കാലത്ത് മഴ ചാറുന്നുണ്ട്, കുറച്ച് പ്രശ്നങ്ങളാണെങ്കിൽ നമ്മൾ ആദ്യം ഫോഗ് ലാൻഡ് ഇടുന്നു. ഫോഗ് ലാൻഡിൽ പറ്റില്ല, അതിനേക്കാളും കുറച്ചുകൂടെ കനത്ത മഴയാണെങ്കിൽ നമ്മൾക്കത് ഹെഡ്ലൈറ്റ് ഉപയോഗിച്ച് പോകാം. പിന്നെ നമ്മൾക്ക് എന്ത് തന്നെയാണെങ്കിലും ഹെഡ്ലൈറ്റ് ഈ മഴ പെയ്യുന്ന സമയത്താണ് നമ്മളെ ഈ ഡേ ലൈറ്റിൽ ആ ഹെഡ്ലൈറ്റിൻ്റെ പവർ പറ്റാതെ വരുന്നത്. നല്ല ഇരുട്ടായി നമുക്ക് ഒന്നും കണ്ണു കാണാൻ പറ്റുന്നില്ല. വളരെ ഡേഞ്ചറായിട്ട് നമുക്ക് മൂവ് ആകാൻ ഒരു അവസ്ഥ വരുന്ന സമയത്ത് നമ്മൾക്ക് 4 സൈഡുള്ള ഹസാർഡ് ലൈറ്റ് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾക്ക് ആ എത്ര ദൂരത്തുള്ള വണ്ടിക്കാണെങ്കിലും ചെറിയ എന്തോ ഒരു സംഭവം അവിടെ വന്ന് നിൽക്കുന്നുണ്ടെന്നോ വരുന്നുണ്ടോ എന്നുള്ളത് നമ്മൾക്കറിയാൻ പറ്റും. സാധാരണ നമ്മുടെ നാട്ടിൽ ഒരു ജംഗ്ഷനിലേക്ക് കയറുമ്പോൾ റൈറ്റും ഉണ്ട് ലെഫ്റ്റ് ഉണ്ട്, നേരെയുണ്ട്. അപ്പോൾ എനിക്ക് റൈറ്റും അല്ല പോകണ്ട്, ലെഫ്റ്റും അല്ല പോകണ്ട്, നേരെ പോകണം എന്ന് സൂചിപ്പിക്കാൻ ഈ ലൈറ്റ് ഇട്ട് പോണ വിദ്വാൻമാർ ഒരുപാടുണ്ട് നമ്മുടെ അടുത്ത്. നിങ്ങൾ നേരിട്ട് കണ്ടിട്ടുണ്ടാവും. ഒരു പക്ഷേ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഇത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഒരിക്കലും നേരിട്ട് പോയി ഈ ലൈറ്റ് ഇടേണ്ട കാര്യമില്ല. റൈറ്റിലേക്ക് റൈറ്റ് ലൈറ്റും ലെഫ്റ്റിലേക്ക് ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇടുക. നേരിട്ട് നിങ്ങൾക്ക് പോകണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ലൈറ്റ് ഉപയോഗിക്കേണ്ട, നിങ്ങൾക്ക് നേരിട്ട് പോകാം. റൈറ്റ് ലൈറ്റ് ഉപയോഗിച്ചില്ലെങ്കിൽ റൈറ്റ് തിരിയുന്നില്ല, ലെഫ്റ്റ് ലൈറ്റ് ഉപയോഗിച്ചില്ലെങ്കിൽ ലൈറ്റ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ മറ്റേ ഫ്ലാഷ് ലൈറ്റ് ഇൻഡിക്കേറ്റർ, ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഉപയോഗിച്ചില്ലെങ്കിൽ നമുക്ക് ലെഫ്റ്റ് തിരിയേണ്ട ആവശ്യമില്ല. റൈറ്റ് ഇൻഡിക്കേറ്റർ ഉപയോഗിച്ചില്ലെങ്കിൽ റൈറ്റ് തിരിയേണ്ട ആവശ്യമില്ല. ഇത് രണ്ടും ഉപയോഗിച്ചില്ലെങ്കിലോ 2 സൈഡും തിരിയേണ്ട ആവശ്യമില്ല. നമ്മൾക്ക് പോകേണ്ടത് നേരെയാണ്. അവിടെ ഇനിയെങ്കിലും ഈ വീഡിയോ കണ്ട ശേഷം അങ്ങനെ നേരെ പോണ ഭാഗങ്ങളിൽ ഈ ലൈറ്റ് ഉപയോഗിച്ച് പോകുന്ന ആൾക്കാർ അത് ഉപയോഗിക്കാതിരിക്കാൻ ശ്രമിക്കുക. പിന്നെ നമ്മൾ വണ്ടി എന്തെങ്കിലും ഒരു മെക്കാനിക്കൽ പ്രോബ്ലം എന്തോ നമ്മളെ വണ്ടിക്ക് സംഭവിച്ചു. ഒന്നില്ലെങ്കിൽ ടയർ പഞ്ചറാവാം, അല്ലെങ്കിൽ റേഡിയേറ്റർ ലീക്കാവാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ലീഫോ കാര്യങ്ങളോ ഒടിഞ്ഞു പോയതായിരിക്കാം, ഏതെങ്കിലും ഒരു മെക്കാനിക്കൽ പ്രോബ്ലം ആയിരിക്കാം. അങ്ങനെ നമ്മൾക്ക് ഒരു വഴിയിൽ നിൽക്കേണ്ട ആവശ്യം വന്നാൽ നമ്മൾ ആ വണ്ടിയെ റോഡിൻ്റെ സൈഡിലേക്ക് മാറ്റി നിർത്തി ഈ ഹസാർഡ് ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഏതോ ഒരു വണ്ടി എടുക്കാൻ പറ്റാതെ ഒരു ചെറിയൊരു പ്രശ്നമായി നിൽക്കുന്നു, അല്ലെങ്കിൽ ഒരു അപകടത്തിൽപ്പെട്ട് നിൽക്കുന്നു എന്നുള്ളത് എത്രയും ദൂരത്തുനിന്ന്, കണ്ണിൽ കാണാവുന്ന ദൂരത്തുനിന്ന് വരുന്ന ഒരു ഡ്രൈവർക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. ശരിയല്ലേ? അതൊന്ന്. പിന്നെ നമ്മൾ സാധാരണ ഉപയോഗിക്കുക ഒരു ഭാഗത്ത് നിർത്തണമെന്നുണ്ടെങ്കിൽ പാർക്ക് ലൈറ്റ് ഉപയോഗിച്ച് പോകണം. അത് നമ്മൾ പാർക്കിങ്ങിന് വേണ്ടി ആവശ്യം കഴിഞ്ഞാൽ നമ്മൾ എടുത്തിട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ പെർമനൻ്റ് ആയിട്ട് നമ്മൾ അവിടെ തന്നെ നിർത്തിയിട്ട് പോവുകയാണ്. ഇത് വണ്ടി എടുക്കാൻ പറ്റില്ല, ഈ വണ്ടിക്ക് അങ്ങനെ ഒരു പ്രോബ്ലമാണ്, ഇത് എടുക്കാൻ പറ്റാത്ത ഒരു വണ്ടിയാണെന്നുള്ള അവിടെ നമ്മൾ ഹസാർഡ് ലൈറ്റ് നിർബന്ധമായി ഉപയോഗിക്കണം. പിന്നെ അതേപോലെ നമ്മൾ ഈ ചില ഭാഗത്ത് ഇപ്പോൾ നമ്മൾ തൃശ്ശൂർ ഭാഗത്ത് ഇപ്പോൾ ടണൽ വരുന്നുണ്ട്.
ടണൽ വരുന്ന സമയത്ത് 1 കിലോമീറ്ററോ 1.5 കിലോമീറ്റർ 2 കിലോമീറ്ററോ കംപ്ലീറ്റ് ലൈറ്റ്സ് ആയിരിക്കും, കംപ്ലീറ്റ് അതിൻ്റെ ഉള്ളിൽ ഇലക്ട്രിക് ലൈറ്റ് ഉണ്ടാവും. അതിൻ്റെ ഇടയിൽ കൂടെ പോവുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫ്ലാഷ് ലൈറ്റ് ഇട്ട് പോവാം. അപ്പോഴും ഈ വണ്ടി ഇങ്ങനെ വരുന്നുണ്ട് എന്നുള്ളത് കറക്റ്റ് വ്യക്തമായിട്ട് 2 സൈഡും അറിയാനായിട്ട് ദൂരത്ത് നിന്ന് തന്നെ ടണലിനുള്ളിൽ നിന്ന് ദൂരത്ത് നിന്ന് വരുന്ന വണ്ടിക്ക് അപ്രോക്സിമേറ്റ് ഒരു ഐഡിയ കിട്ടാനായിട്ട് ഈ കാര്യങ്ങൾ ഉപയോഗിക്കാം. അതേപോലെ തന്നെ എന്താ പറയുക, ഈ നമ്മളൊരു നിങ്ങളുടെ വാഹനം കേടുവന്ന് വേറൊരു വണ്ടി ടോ ചെയ്ത് പോകുക പറഞ്ഞാൽ ഓടിക്കാൻ പറ്റാത്ത ഒരു വാഹനത്തെ വേറൊരു വണ്ടി കൊണ്ടുവന്ന് കെട്ടിവലിച്ച് പോകുന്നതിന് ടോ ചെയ്തിട്ട് പോവുക എന്ന് പറയുന്നത്. അങ്ങനെ ടോ ചെയ്ത് പോണ സമയത്ത് നിങ്ങൾ മുന്നിലെ ഡ്രൈവർ വണ്ടി ഓടിച്ചു പോകുന്നുണ്ട്, അതിൻ്റെ പുറകിൽ ഈ റിപ്പയറായ വണ്ടിക്ക് ഹസാർഡ് ലൈറ്റ് ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാലും പുറകിൽ വരുന്നവന് മനസ്സിലാവും ആ വണ്ടി എന്തോ ഒരു പ്രോബ്ലമായിട്ട് അതിന് ഇളകാം. അങ്ങോട്ട് നമ്മൾ ഹോൺ അടിക്കുന്നതനുസരിച്ച് അവർക്ക് മാറ്റിത്തരാൻ പറ്റില്ല. നമ്മൾ തന്നെ എങ്ങനെയാണ് സാഹചര്യം ചെയ്ത് അതിനനുസരിച്ച് മാറിപ്പോകണം എന്നറിഞ്ഞിട്ട് മാറ്റിപ്പോകാൻ വേണ്ടിയിട്ട് അത് ഇട്ട് വെച്ച് പോയി കഴിഞ്ഞാൽ അത് കാണുമ്പോൾ തന്നെ അറിയാം അവിടെ എന്തോ ഒരു പ്രോബ്ലമായിട്ട് പോവുകയാണ്. അല്ലെങ്കിൽ മൊത്തം ഒരു അപകടത്തിൽപ്പെട്ട വണ്ടി നമ്മൾ പൊക്കിയെടുത്ത് റോഡിലൂടെ കൊണ്ട് മെല്ലെ ഓടിച്ചു പോകും. അതിൻ്റെ ചില ഭാഗങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തൂങ്ങി നിൽക്കുന്നുണ്ടാവും, ചില അടുത്ത വണ്ടിയിൽ തട്ടാൻ സാധ്യതയുണ്ടാവും. അങ്ങനെയുള്ള സമയങ്ങളിലും ആ വണ്ടി പയ്യെ നമ്മൾ, അതായത് പുറകിൽ ഒരുത്തൻ ഹോൺ അടിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റിത്തരാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഒരു വണ്ടി നമ്മൾ ഓടിച്ച് കൊണ്ടുപോവുകയാണെങ്കിൽ ആ സമയത്തും ഈ ഹസാർഡ് ലൈറ്റ് ഉപയോഗിച്ചിട്ടാണ് പോവുക. ഇപ്പോൾ എനിക്ക് കൂടുതൽ കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് അറിയില്ലെങ്കിലും ഞാൻ റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ കണ്ട മിസ്റ്റേക്സുകൾ മനസ്സിലാക്കിയിട്ട് അത് ഇങ്ങനെ ഒരു വീഡിയോ ഇതിൽ ചെയ്താൽ കൊള്ളാം എന്ന് തോന്നിയിട്ടാണ് ഞാനിത് ചെയ്തിരിക്കുന്നത്. അതുമാത്രമല്ല, ഒരു 2-3 വ്യക്തികൾ ഈ ഹസാർഡ് ലൈറ്റിനെ കുറിച്ച് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, സാർ ഈ ഹസാർഡ് ലൈറ്റിൻ്റെ ഉപയോഗത്തെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യാമോ. അതുമാത്രമല്ല, ഞാൻ കഴിഞ്ഞ ഒരു ദിവസം ഒരു ഡ്രൈവിങ്ങിനെ കുറിച്ചൊരു കഴിഞ്ഞ മാസം ഒരു ക്ലാസ്സിൽ പങ്കെടുക്കുകയുണ്ടായി. ആ ക്ലാസ്സിലും ഈ ഹസാർഡ് ലൈറ്റ് ഇങ്ങനെയുള്ള ഉപയോഗങ്ങളാണ്, ഇതിൽ നമ്മളിങ്ങനെ ദുരുപയോഗം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ പോയ ഡ്രൈവർമാരെ ബോധവൽക്കരിക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു. അന്ന് തന്നെ ഞാൻ വിചാരിച്ചാൽ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന്. അതിൻ്റെ ഒരു അടിസ്ഥാനത്തിലും കൂടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, ഇത് നിങ്ങൾക്കൊരു അറിവാണ് എന്ന് നിങ്ങൾക്ക് കരുതുകയാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാം. ഞാൻ പറയുന്നത് ശരിയല്ല, ഇതിൽ തെറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഡിസ്ലൈക്ക് ചെയ്യാം. ഇനി ഇതേപോലുള്ള ചെറിയ അറിവുകൾ നിങ്ങളുടെ മുന്നിൽ എത്തണമെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതിൻ്റെ കൂടെ ബെൽ ബട്ടനോട് അമർത്തി വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്ത് വീഡിയോ പോസ്റ്റ് ചെയ്താലും സ്പോട്ടിൽ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ഇനിയും നമ്മൾ തമ്മിൽ കാണുമായിരിക്കും. ഐ ആം ജഗദീഷ്. ഗുഡ് ബൈ.